നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ വാഹന ലൈസൻസ് എടുക്കാനെത്തിയവർ RTO ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ദിവസം 50 പേർക്ക് മാത്രമേ ടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റൂവെന്ന ഉത്തരവാണ് വിവാദമായത്. പേരാമ്പ്ര ജോയിന്റ് RTOക്ക് കീഴിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി വാഹന ലൈസൻസിനും ലേണിംഗ് ലൈസൻസ് ടെസ്റ്റിനുമായി എത്തിയവരാണ് രാവിലെ മുതൽ ആശങ്കയിലായത്. MVI രജിസ്റ്ററിലുള്ള 50 പേരാണ് ടെസ്റ്റിന് ഹാജരാവേണ്ടതെന്നും മറ്റുള്ളവർക്ക് തീയതി പിന്നീട് അറിയിക്കുമെന്നും പറഞ്ഞതോടെയാണ് 145ഓളം പേർ RTO ജീവനക്കാരെ തടഞ്ഞത്. മാത്രമല്ല, ഇത് വാക്കാലുള്ള ഓർഡർ. ഇന്നലെ വൈകിട്ട് ഓൺലൈൻ മീറ്റിംഗില് ഗതാഗത മന്ത്രിയുടെ വാക്കാലുള്ള ഓർഡർ, ഇതനുസരിച്ച് ഒരു സർക്കുലറോ ഒന്നും എവിടെ ഇറങ്ങിയിട്ടില്ല. വാക്കാലുള്ള ഓർഡറാണ് ഇപ്പൊ സാർമാർ അതിന് നിർബന്ധിതരായിരിക്കുന്നത്. കാരണം വെച്ചാൽ കേരളത്തിലുള്ള ഇന്നത്തെ ഈ തുക്കൾക്ക് പരിഷ്കാരങ്ങൾക്കെതിരായിട്ട് നമ്മൾ ഒന്നിച്ച് പ്രതിഷേധം ഉയർത്തിയാൽ മാത്രമാണ് വരും ദിവസങ്ങളിൽ ടെസ്റ്റിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റും. ഇന്ന് നമ്മളിവിടെ ആരെങ്കിലും ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേരളത്തിൽ നിന്ന് ഒരു സ്ഥലത്തും ടെസ്റ്റ് നടക്കുന്നില്ല, എല്ലാ സ്ഥലത്തും ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിതിൽ ഗൾഫിൽ പോകേണ്ട ആളുകളുണ്ട്, ലേണിംഗ് തീരാൻ പോകുന്ന ആളുകളുണ്ട്, പിന്നെ പുറത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് 2-3 മാസം മുന്നേ എടുത്തു വെച്ച ഡേറ്റുകളാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ഡേറ്റ് നടത്താൻ പറ്റൂല എന്നാൽ ഈ 50 പേരെ എങ്ങനെ സെലക്ട് ചെയ്യും? അതുകൊണ്ടാണ് നമുക്ക് ഈ ടെസ്റ്റ് എല്ലാവരും അറിയുന്നത്. അപ്പോൾ അത് RTO നിലയ്ക്ക് താഴോട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് താഴോട്ട് വന്നു. അത് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നേക്കാൾ മുന്നേ നിങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഒറ്റ വാക്കുള്ളൂ, ആദ്യത്തെ ലിസ്റ്റിലുള്ള 50 പേര്. ഇനി 50 പേരിൽ ആരെങ്കിലും വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാകുകയോ ചെയ്യാൻ അടുത്താക്കുക. അതാണ് എൻ്റെ പ്രയോറിറ്റി. നിലവിൽ ഈ 50 പേർക്ക് ടെസ്റ്റ് നടത്താൻ ഇന്ന് പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഒരു ഡേറ്റ് തരാം. അത് ബുധനാഴ്ചയോ ശനിയാഴ്ച. പലർക്കും നാളെയും മറ്റന്നാളുമായി വിദേശത്ത് പോകാനുള്ളവരും ഉണ്ടായിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പെട്ടെന്നുണ്ടായ അറിയിപ്പാണ് ടെസ്റ്റിനെത്തിയവരെ ആശങ്കയിലാക്കിയത്. അതിനനുസരിച്ചാണ് മറ്റന്നാൾ ഗൾഫിലേക്ക് ടിക്കറ്റ് എടുത്തു പോയതാണ്. അത് മാറ്റാൻ ഒരു നിർവാഹമില്ല. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ ഇപ്പം തന്നെ അതിന് ഒരു എന്താ പറയുക, ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. 11 മണിയോടെ വന്നവർക്കെല്ലാം ടെസ്റ്റ് നടത്താൻ ഓർഡർ വന്നതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. 27 അത് ടെസ്റ്റ് ഫെയിലായി. രണ്ടാമത് ഞാൻ ഡേറ്റ് 7-ാം തീയതി എടുത്തതാണ്. അപ്പോൾ എനിക്ക് ഞായറാഴ്ച നൈറ്റ് ഗൾഫിന് പോകേണ്ടതാണ്. ഞാൻ ടിക്കറ്റ് മാറ്റിയതാണ് 8000 രൂപ കൊടുത്ത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് രാത്രി ഒരു റൂൾസ് മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതിന് പരിഹാരം ആര് കണ്ടെത്തും? ഗവൺമെൻറ് കണ്ടെത്തും, അതോ മന്ത്രി കണ്ടെത്തും? അതിൽ തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. മന്ത്രി ഡിക്ലെയർ ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഈ തീരുമാനം ഉണ്ടായി. എന്നാൽ ഈ ജനങ്ങൾക്ക്, ഇത്രയും വരുന്ന ജനങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് വിവരം കൊടുത്തൂടെ മന്ത്രിക്ക്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പ്രശ്നമായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.